എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. BLDC ഫാൻ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പലരും വന്ന് പറഞ്ഞു അങ്ങനെ ഒരു സെറ്റപ്പിൽ നമുക്ക് ഫാൻ കിട്ടുന്നില്ല എന്ന്. പക്ഷേ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പിന്നെ 5 ഫാൻ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും ഇതുമണം ഫാൻ വില കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് BLDC ഫാൻ അറിയാത്ത കൂട്ടുകാർക്കായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പഴയ ഓർഡിനറി ഫാൻ ഒരു 80 വാട്ട്സ് തൊട്ട് 120-130 വാട്ട്സ് വരെ എനർജി എടുക്കും അത് ഉപയോഗിക്കുമ്പോൾ. കാരണം അത് ഹീറ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് എനർജി എടുക്കുന്നതായിരിക്കും. പക്ഷേ BLDC ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ഫാനാണെങ്കിൽ മാക്സിമം നമ്മൾ ഫുൾ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 35 തൊട്ട് 40 വാട്ട്സ് വരെ എടുക്കുകയുള്ളൂ. സ്പീഡ് ഏറ്റവും കുറച്ചിടുമ്പോൾ 6 വാട്ട് മുതൽ ആണ് ഇതിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. അപ്പോൾ നമുക്ക് വളരെയധികം എനർജി ലാഭമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ ലാഭിക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആമസോണിൽ നിന്നും എടുത്ത റിന്യൂവ്ഡ് BLDC ഫാനാണ്. ഇത് ആറ്റംബർക്കിൻ്റെയാണ്. ഇത് 1389 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഫാൻ യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇതൊരു പുത്തൻ ഫാൻ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഏതോ ഒരു കസ്റ്റമറെ എടുത്തിട്ട് അവർക്ക് എന്തോ ഒരു കാരണത്താൽ തിരിച്ചയച്ചിരിക്കുന്ന ഫാനാണ്. അത് നമ്മൾക്ക് രണ്ടാമത് ഇവർ വെക്കുന്നതാണ്. റിന്യൂവ്ഡ് പ്രൊഡക്റ്റ് എന്നാണ് ആമസോണിൽ ഇതിൽ പറയുന്നത്. ഇത് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇവരുടെ അവസാനം പറഞ്ഞുതരാം. നിങ്ങൾ ഒരു BLDC ഫാൻ്റെ കിറ്റ് മേടിച്ചാൽ തന്നെ ഇതിൽ കൂടുതൽ പൈസ നിങ്ങളുടെ നിന്ന് മുടക്കും വരും. പിന്നെ നിങ്ങളുടെ പഴയ ഫാൻ അത് സെറ്റാക്കുമ്പോൾ ആ ഒരു പുതിയ ഫാൻ്റെ ലുക്കും കിട്ടില്ല. ഇത് നിങ്ങൾക്കൊരു പുതിയ ഫാനാണ് ചിലപ്പോൾ കിട്ടുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് പഴയ ഫാനിൽ കിട്ടുന്നത്. പക്ഷേ പഴയ ഫാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടേൺ അയച്ച് നിങ്ങളുടെ പൈസ തിരിച്ചു മേടിക്കാം. നിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ നമുക്ക് ചെറിയ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് കമ്പനിയുടെ ആൾ വീട്ടിൽ വന്നിട്ട് സാധനം സെറ്റാക്കി തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതൊരു 10 ദിവസം റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. ആ 10ാമത്തെ ദിവസമായിട്ടും കമ്പനിയിൽ നിന്ന് ആൾ വന്നില്ലെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് തിരിച്ചയക്കുകയും ചെയ്യാം. പഴയ ഒരു ഫാൻ BLDC ഫാൻ്റെ കിറ്റ് മേടിച്ചിട്ട് നമ്മൾ സെറ്റാക്കുമ്പോൾ ചിലപ്പോൾ 50 വാട്ട്സോ 60 വാട്ട്സോ വരെ എടുത്തേക്കാം. കാരണം പഴയ ഫാൻ്റെ ബോഡിയുടെ വെയിറ്റ് കാരണം കൂടുതൽ നമുക്ക് വാട്ട്സ് എടുക്കേണ്ട ആവശ്യം ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ ചിലർ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ വന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ BLDC ഫാനും റിന്യൂവ്ഡ് BLDC ഫാൻ ആമസോണിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു 6 മാസത്തെ വാറണ്ടി ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ചില ബ്രാൻഡിനൊക്കെ കമ്പനി അവരുടെ വാറണ്ടി തരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു വാറണ്ടിയും കിട്ടില്ലാത്ത BLDC ഫാൻ്റെ കിറ്റ് മേടിച്ച് നിങ്ങൾ സെറ്റ് ചെയ്തതിനേക്കാളും എന്തായാലും നിങ്ങൾക്ക് ലാഭം ഇങ്ങനെ ഒരു ഫാൻ മേടിക്കുന്നതായിരിക്കും. ഇതാകുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു 6 മാസത്തെ വാറണ്ടി. പിന്നെ ചില കമ്പനിക്കൊക്കെ നിങ്ങൾക്ക് കമ്പനിയുടെ 5 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ വാറണ്ടി ലഭിക്കുന്നുണ്ട്. കമ്പനി വാറണ്ടി കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് റിന്യൂവ്ഡ് പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ് വിൽക്കുന്ന പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില ബ്രാൻഡ് തരുന്നുണ്ട്. തന്നാൽ തന്നു, തന്നില്ലെങ്കിൽ തന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ലാഭമാണ്. പിന്നെ ഈ BLDC ഫാൻ്റെ റിന്യൂവ്ഡ് പ്രൊഡക്റ്റ് ആമസോണിൽ എപ്പോഴും നിങ്ങൾക്ക് കിട്ടില്ല. നമ്മുടെ ആമസോണിൽ ഏതെങ്കിലും ഒരു വലിയ സെയിൽ ഓഫർ നടക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ മാസം നടന്ന ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ എന്ന് പറയുമ്പോഴുള്ള ഒരു വലിയ സെയിൽ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഫാനായിരിക്കും വിറ്റ് പോകുന്നത്. അതിൽ ഒരു 5000 ഫാനൊക്കെ ചിലപ്പോൾ തിരിച്ചു വന്നിരിക്കും. അത് പല കസ്റ്റമറിനും പല കുഴപ്പങ്ങളായിരിക്കും. ചിലവർക്ക് ഫാൻ കിട്ടുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും. ചിലവർക്ക് ഇതിൻ്റെ കവറും മറ്റു കാര്യങ്ങളൊക്കെ പോയതായിരിക്കും. ചിലവർക്ക് ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ സ്പീഡും മറ്റു കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ പല കസ്റ്റമറിനും പല താല്പര്യങ്ങളുണ്ടാവും. അവർക്കത് ഓക്കെ അല്ലാത്തതുകൊണ്ട് തിരിച്ചയക്കുന്നു. അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ് ഇതിൻ്റെ സെല്ലർ അവർ ഒരു പ്രത്യേക ഒരു സെറ്റപ്പിൽ ചെക്ക് ചെയ്തിട്ട് സാധനം നമുക്ക് ഇട്ട് തരികയാണ്. ചില സെല്ലർമാർ ഇത് വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിലും നമുക്ക് സെൻഡ് ചെയ്ത് തരും. ചിലവർ റിന്യൂവ്ഡ് പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേപ്പറും ഇതിൻ്റെ കൂടെ വിട്ടിട്ടുണ്ടാവും. ചിലർ വിടില്ല. അതൊക്കെ അവരുടെ ഒരു താല്പര്യം അനുസരിച്ചിരിക്കും. ആ സെല്ലറിൻ്റെ ഒരു സെറ്റപ്പ് പോലെ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നിലവിൽ ഇതിന് ചെറിയൊരു സൗണ്ടുണ്ട്. അതിന് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഞാനിത് ആറ്റംബർക്കിൻ്റെ കസ്റ്റമർ കെയറിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് ഇന്ന് കിട്ടിയ ഫാനാണ്. അതിനുശേഷം അവരുടെ കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ളൊരു വേറെ വീഡിയോ ഞാൻ ചെയ്തു ചെയ്യാം. അതുപോലെ നമുക്ക് ഈ റിന്യൂവ്ഡ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ
ചിലപ്പോൾ ചില പ്രോഡക്റ്റിന് എന്തെങ്കിലും ചെറിയ തകരാറും ചില പ്രോഡക്റ്റിന് വലിയ തകരാറും ഉണ്ടാവും. പക്ഷേ നമുക്ക് പരിഹരിക്കാൻ തകരാറാണെങ്കിൽ നമുക്ക് കസ്റ്റമർ കെയർ വിളിച്ചിട്ട് സാധനം സെറ്റാക്കാം. പക്ഷേ ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പഴയതും മൊത്തം പൊടിയൊക്കെ പിടിച്ച് ഈ പെയിൻ്റൊക്കെ പോയതായിരിക്കും. അതൊക്കെ നമ്മൾ തിരിച്ച് അയച്ചു കൊടുത്തിട്ട് പൈസ മേടിക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ കൂട്ട് തന്നെ നമ്മുടെ ഈ ഓഫർ സെയിൽ കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒരു രാത്രി ഒരു 7 മണി തൊട്ട് ഒരു വെളുപ്പിന് 3 മണി വരെയുള്ള സമയത്തായിരിക്കും ഇത് കൂടുതൽ വരുന്നത്. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നവർ തന്നെ റെനോയുടെ BLDC എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇടപെട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് അടിച്ച് സാധനം സെറ്റാക്കുക. അത്രയുമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. അതല്ലാണ്ട് നമ്മൾ വേറെ ആളോട് വിളിച്ച് പറഞ്ഞാട്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ നോക്കരുത്. കാരണം ഇത് ഇപ്പോൾ ഒരു സമയത്ത് ഒരു ഫാനായിരിക്കും വരുള്ളൂ. അതപ്പോൾ തന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞങ്ങോട്ട് എന്തെങ്കിലും തകരാറോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചയക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പൈസ പോകുന്ന വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചില ഫാനൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ റിമോട്ടും ചെറിയ ചെറിയ സാധനങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതൊക്കെ 150-200 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സാധനം മേടിക്കാൻ പറ്റും. നല്ല ഫാനാണെങ്കിൽ നിങ്ങൾ കയ്യിൽ വയ്ക്കുക. പിന്നെ അഡീഷണൽ നമുക്ക് ഇതിനകത്ത് പൈസ കൊടുത്താൽ വാറണ്ടി എടുക്കാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനുമുണ്ട്. പിന്നെ നമ്മൾ ഇത് എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ഏതെങ്കിലും വലിയ സെയിലൊക്കെ നടന്നിട്ട് അതിൻ്റെ കുറേ കച്ചവടം നടന്നിട്ട് കുറേ ഫാൻ തിരിച്ച് റിട്ടേൺ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ഫാനാണ് റെനോഡ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത്. പക്ഷേ റെനോഡ് പ്രോഡക്റ്റ് ആമസോൺ പറയുന്നത് എല്ലാം നല്ല പക്ക കണ്ടീഷനാണ് അവർ വിൽക്കുന്നത് എന്നത്. പക്ഷേ അങ്ങനെയല്ല. ചില പ്രോഡക്റ്റൊക്കെ വളരെ മോശമായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ തിരിച്ചയച്ച് പൈസ മേടിക്കാം. പിന്നെ രണ്ടാമത് കിട്ടിയ ഫാനിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഈ ഫാൻ കറങ്ങുമ്പോൾ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതെടുത്തയാൾ തിരിച്ചയച്ചത് എന്തായാലും. അതല്ലാണ്ട് ഈ ഫാനിന് വേറെ ഡാമേജോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത് വളരെ ഈസിയായിട്ട് റിപ്പയർ ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. ഞാനെന്തായാലും കസ്റ്റമർ കെയറിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ സർവീസ് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തത്. ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് തന്നെ സെറ്റാക്കാവുന്ന കാര്യമേ ഉള്ളൂ.